Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening. ma'am. Good evening, ma'am. Okay. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ അപ്രോച്ചുകൾ, ഒരു 4 വ്യക്തികളുടെ അപ്രോച്ചുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് നമുക്ക് അപ്രോച്ചുകൾ എന്നും പറയാം. അപ്രോച്ച് ഓഫ് ടീച്ചിങ് ക്ലാസ് റൂം, നമ്മൾ അപ്രോച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് ദ ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ഫ്രെയിം വർക്ക്. ഇപ്പൊ അപ്രോച്ചിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് റിവീൽ ചെയ്യുന്നുണ്ട്. ദ അപ്രോച്ച് ഫർണിഷ് ദ ജനറൽ ഫോർമാറ്റ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അതിപ്പോ ക്ലാസ് റൂം മാനേജ്മെന്റ് ജനറൽ ഫോർമാറ്റ്സുകൾ നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ് ഡയമെൻഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം വരുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡയമെൻഷൻ ഓർ എൻവിയോൺമെന്റ് ആണ്. ഭൗതികമായ എൻവിയോൺമെന്റ് അതേപോലെ ഡയമെൻഷൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും അതേപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ആണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ. സൊസൈറ്റി നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലാണ് അതെന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. അതേപോലെ കൾച്ചറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് ഉണ്ട് എന്തിന്, ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ്. ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് വാല്യൂ ഡയമെൻഷൻസ്. നമുക്ക് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. In managing classroom activities, a teacher has to consider these 4 dimensions. ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 4 ഡയമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. A short description of these dimensions have been provided following paragraph. താഴെ പറയുന്ന പാരഗ്രാഫിൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോന്നായിട്ട് പറയുന്നത്. ഫിസിക്കൽ ഡയമെൻഷൻ ഓർ എൻവിയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിയണം. A classroom is a functional unit of an educational institution. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ്, ഒരു പാർട്ടാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. മേബി അത് ലൊക്കേഷൻ ആവാം, ഓർ ക്ലാസ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം അതിൽ വരും. The location of the building and the classroom are designed by the manager or founder of the institution. മേബി മാനേജറോ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ ഇവിടെ വേണം, അതേപോലെ അവിടേക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയായിരിക്കണം, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയായിരിക്കണം, ബ്ലാക്ക് ബോർഡ് എവിടെ നിന്നായിരിക്കും കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. The classroom management concerns seating arrangements, light air arrangements, blackboard facilitated. ഇതൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശവും അതേ സൺലൈറ്റും പിന്നെന്താണ് വായു എയറും വരുന്ന രീതിയിലുള്ള ഒരു പ്ലേസ് ആയിരിക്കും നമുക്ക് ക്ലാസ് റൂമിന് വേണ്ടി സെലക്ട് ചെയ്യാനായിട്ട്. അടച്ചു കൂട്ടിയൊരു റൂമിൽ ക്ലാസ് റൂം കണ്ടക്ട് ചെയ്യുന്ന ഒത്തിരി ടാസ്ക് ആണ്. ഓക്കെ, എ ടീച്ചർ ആസ് എ മാനേജർ ഹാസ് ടു ലുക്ക് into arrangements and blackboard facilities. Okay, teacher has to, manager has to look into these facilities. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, ടീച്ചേഴ്സ് ആണ്. ഓഫ് ക്ലാസ് റൂം ഫിസിക്കൽ സെറ്റിംഗ്സ് വിച്ച് ഷുഡ് ബി ഹെൽപ്ഫുൾ ടു ലേണിംഗ്. ശരിയാണ്, ഒരു ക്ലാസ് റൂമിന്റെ ഫിസിക്കൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ലേണിംഗ് കാര്യത്തിൽ നമുക്കൊരു കാര്യം പഠിച്ചെടുക്കാൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞ ഫിസിക്കൽ ഡയമെൻഷൻസ് ആണ് നമ്മൾ കാണുന്ന ബിൽഡിംഗ്, അതേപോലെ തന്നെ ക്ലാസ് റൂം എൻവിയോൺമെന്റ് ആണ് ഈ ഫിസിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, എവിടേക്കാണ് കുട്ടികൾ ഫേസ് ചെയ്യേണ്ടത്, അതേപോലെ എയർ ആൻഡ് ലൈറ്റിന്റെ ഫ്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ബാക്കിൽ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട്, ബോർഡിലേക്ക് പതിക്കാനായിട്ട്, എന്നാലാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ നിന്നാണ് ലൈറ്റ് വരണമെങ്കിൽ ബ്ലാക്ക് ബോർഡ് ഫ്ലറർ ആയിട്ടോ പിന്നെ എന്താണ് പറയുന്നത്, വിഷൻ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ഡിഫിക്കൽറ്റീസ് ആണ് കണ്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ എയർ സർക്കുലേഷൻ, നമ്മളൊരു അടച്ച മുറിയിൽ ഇത്രയും കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും, ഒരു നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഒരു മുറിയിൽ പഠിക്കുന്നതായിരിക്കും ഒരു ഫ്രഷ് ഫീലിംഗ് കൊടുക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഫ്രഷ് ഫീലിംഗ് എന്ന് പറയുന്നത് തുറന്നിട്ടൊരു അത്യാവശ്യം ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ. നമുക്ക് കൂടുതലായിട്ട് നല്ല ഓക്സിജൻ എടുക്കാനും അതേപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും.
ഓക്കെ, ഇതാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ പറയുന്നത്. ഇനി അടുത്തതാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ ആണ് ട്ടോ. നമ്മൾ നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ പാർട്ടാണ്. എ ക്ലാസ് റൂം ഈസ് എ മിനിയേച്ചർ ഓഫ് ദ സൊസൈറ്റി ആസ് വെൽ ആസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാല് ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ ആണ്. നമ്മൾ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങള്, ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, അതേപോലെ ഈ ഫ്രണ്ട്ഷിപ്പ്, പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, എല്ലാവരും തുടക്കം എവിടെ നിന്നാണ്? ക്ലാസ് റൂമിൽ നിന്നായിരിക്കും അല്ലെ? അവർ കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത് എവിടെയാണ്? ക്ലാസ് റൂമിലാണ്. അപ്പോ എന്തോരം ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ എന്ത് ക്ലാസ് റൂം എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ ഇന്നും, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ക്ലാസ് റൂം എന്നും ഓർമ്മയിലുണ്ടാവും. ഞാൻ പഠിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, 8th മുതൽ 10th വരെ ഒറ്റ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. സെയിം ക്ലാസ് ആയിരുന്നു. ഞങ്ങളത് പിന്നെ കൊടുത്തില്ല, വേറെ ബാച്ചുകാർക്കൊന്നും കൊടുത്തില്ല. ഞങ്ങള് 8th, 9th, 10th ആ 3 വർഷവും ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് ഭയങ്കര ഫീലിംഗ് ആ ക്ലാസ് റൂമിൽ. ഒരുപാട് ഓർമ്മകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരുപാട് മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമ്മളവിടെ വരുന്നുണ്ട്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ ഷെയറിംഗ് ഹാബിറ്റ്സ്, അതേപോലെ ഓരോ വ്യക്തിയുടെയും കൾച്ചറിനെ എന്ന് വെച്ചാല് എന്റെ കൂടെ വെച്ചാല് ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവളുടെ കൾച്ചർ ഞങ്ങൾ എന്ത് ചെയ്യും, അവളുടെ ഫീലിങ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യും എന്താ പറയാ അതിനനുസരിച്ച് നിൽക്കും. എന്ന് വെച്ചാൽ ആള് കഴിക്കാത്ത ഫുഡൊന്നും ഞാൻ കൊടുക്കില്ല. അതേപോലെ ഞങ്ങളുടെ കൂടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, നമ്പൂതിരി കുട്ടിയാ. ആള് നോണൊന്നും കഴിക്കില്ല. നോണൊന്നും ഞങ്ങൾ കൊടുക്കില്ല അവൾക്ക്. ഞങ്ങളെല്ലാവരും എല്ലാം കോമൺ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അവൾക്ക് നോൺ കൊടുക്കില്ല. ഇങ്ങനെ ഭയങ്കര ഷെയറിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ് റൂമിൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ തന്നെ ഒരു മിനിയേച്ചർ ആണ്. എന്ന് വെച്ചാല് ഒരു സൊസൈറ്റിയുടെ ഫോർമേഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. പല കൾച്ചറിൽ നിന്ന് വരുന്ന, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്, ക്ലാസ് റൂമിൽ വരുന്നത്. അപ്പൊ നമ്മള് ഭാവിയിൽ നമ്മുടെ എന്താണ് സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ കൺട്രിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ് റൂമിൽ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ പഠിച്ചതായിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തണം. അതേപോലെ തന്നെ എന്താണ് യൂണിഫോം വിയർ ചെയ്യണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ റിബണൊക്കെ പ്രോപ്പർ ആയിട്ട് കെട്ടണം, മുടി നല്ല രീതിയിൽ പിന്നിടണം. അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ഒരു നല്ല സിറ്റിസൺ ആയിട്ട് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം കേട്ടോ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എ ക്ലാസ് റൂം ഈസ് എ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി ആസ് വെൽ ആസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു മിനിയേച്ചർ ആണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. എ ക്ലാസ് റൂം മാനേജ്മെന്റ് കംപ്രൈസസ് റിലേഷൻഷിപ്പ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് വിച്ച് ഡിപെൻഡ്സ് ഓൺ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് വരുന്നത്. ടീച്ചേഴ്സിന്റെ തോട്ട്സ്, ടീച്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എമംഗ് സ്റ്റുഡൻസ്. നമ്മള് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഒരു ബോണ്ട് ഉണ്ടാവും. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പളും ടീച്ചറും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവും. റിലേഷൻഷിപ്പ് എമംഗ് ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? നമ്മുടെ സൊസൈറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ക്ലാസിക്കൽ ഫേസ് ജോൺ ആൻഡ് ലാറ്റിൻ. Here John means students and Latin means the content or subject. Mother maths ആണ്. MATTER. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളൊന്ന് എഴുതിയതേക്ക്. മാത്സ്. എ ടീച്ചർ ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ജോൺ എന്ന് പറയുന്ന സ്റ്റുഡൻസും മീൻസ് ലാറ്റിൻ എന്താണ് ലാറ്റിൻ എന്ന് പറയുന്നത് സബ്ജക്ട് മാറ്റർ ആണ്. കുട്ടികളും ആ സബ്ജക്ട് മാറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എ ടീച്ചർ മസ്റ്റ് നോ the background of his students. ഏതൊരു നമ്മളൊരു ക്ലാസ്സിലെ ടീച്ചർ ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ആ കുട്ടി നല്ല രീതിയിൽ വാശി കാണിക്കുകയാണ്, കുറുമ്പ് കാണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് ഒട്ടും എന്തല്ല സപ്പോർട്ടീവ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവന്റെ പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യണം. അവന് എന്താണ് അവന്റെ ബാക്ക്ഗ്രൗണ്ട്, അവന്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. A teacher must know the background of students and their approaching behavior and learning abilities and ഓക്കെ ട്ടാ. അപ്പോ ടീച്ചർ എപ്പോഴും ടീച്ചറുടെ സ്റ്റുഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാനും അതേപോലെ തന്നെ അവരുടെ അതനുസരിച്ച് വേണം നമ്മൾ അവരോടുള്ള അപ്രോച്ച്, അവരോടുള്ള ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ലേണിംഗ് എബിലിറ്റീസും ഇൻട്രസ്റ്റും എന്തെല്ലാം കാര്യത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എബിലിറ്റീസും ക്വാളിറ്റീസും ബിഹേവിയർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എഡ്യൂക്കേഷൻ ഈസ് എ ക്രിയേച്ചർ
ആൻഡ് ക്രിയേറ്റർ ഓഫ് ദ സൊസൈറ്റി. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ക്രിയേറ്ററും കൂടി ആരാണ്? എഡ്യൂക്കേഷൻ ആണ്. The new society is shaped in the classroom. പുതിയ സൊസൈറ്റി നമുക്ക് ഒരു ക്ലാസ് റൂമിൽ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് റൂമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷേപ്പ് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. ത്രൂ എ ഡിസറബിൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. അവർക്ക് വേണ്ട സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിന്റെ ബേസിൽ നമുക്ക് നല്ലൊരു പുതിയ ന്യൂ സൊസൈറ്റി ഓഫ് ചിൽഡ്രൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നല്ല പേഷ്യൻസ് ഉള്ള, നല്ല കോൺസെൻട്രേഷൻ ഉള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാനാണ് ആര് ശ്രമിച്ചത്? ഡോക്ടർ മരിയ മോണ്ടിസോറി ശ്രമിച്ചത്. ഇനി സൈക്കോളജിക്കൽ ഡയമെൻഷൻ ആണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദർ ഈസ് നോ ലേണിംഗ് വിത്തൗട്ട് ഇൻസ്പിറേഷൻ. നമുക്ക് ഇൻസ്പിറേഷൻ ഇല്ലാണ്ട് ലേൺ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാ പറയുന്നത്. ദ മെയിൻ ഫോക്കസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് ടു പ്രൊമോട്ട് ലേണിംഗ്. മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ്? ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് മെയിൻ ആയിട്ടുള്ള എയിം ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക. Teachers inspire his students verbally and through his action. അപ്പൊ കുട്ടികളെ നമ്മൾ ഓറൽ ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ആക്ഷൻസിലൂടെയും കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഇൻസ്പയർ ചെയ്യുകയാണ്. He also reinforced their desirable behavior. അവരുടെ നല്ലൊരു ബിഹേവിയർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. In higher classroom, teachers rise the level of educator of the students. കുട്ടികളുടെ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി, ആ ഒരു പവർ, പരിശ്രമ നിലവാരം ഉയർത്താനായിട്ട് ശ്രമിക്കും. ടീച്ചേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ് എൻകറേജ് ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ലേൺ. നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷനും അവർക്ക് ലേണും കൂടി ചെയ്യാൻ പറ്റും. It is a norm of effective classroom management. അപ്പൊ സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സൈക്കോളജിക്കലി എന്ത് ചെയ്യണം? ഇൻസ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുട്ടികളുടെയും കൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഒരു ക്ലാസ് റൂം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മള് ക്ലാസ്സിൽ കുട്ടികളെ ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മനസ്സിലായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ റെസ്പോണ്ട് ചെയ്യണം. എന്നാലല്ലേ നമ്മുടെ ടീച്ചർക്ക് ഒരു എന്താ പറയുക സംതൃപ്തി ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാവുള്ളൂ. ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആരോട് കമ്മ്യൂണിക്കേറ്റ് നേരിട്ട് ടീച്ചറിനോട് കാര്യങ്ങൾ പറയാം. ടീച്ചർ ഞങ്ങൾക്ക് ടോപ്പിക്ക് ക്ലിയർ അല്ല, എനിക്ക് ഇതൊന്നും കൂടി പറഞ്ഞു തരണം. അപ്പൊ രണ്ടുപേരുടെയും ഒരു രണ്ടുപേരുടെ പാർട്ടിസിപ്പേഷനോട് കൂടി മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം മാനേജ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഇനി എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ ആണ് നമ്മൾ പറയുന്നത്. ധാർമ്മിക പരിഗണനയും അതേപോലെ തന്നെ വാല്യൂ മൂല്യങ്ങൾ കൊടുക്കുക. ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ ഓഫ് ദ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇത് എത്തിക്കൽ കൺസിഡറേഷൻ. എ ടീച്ചർ റോൾ ഇൻ എ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് മോർ ദാൻ എ മാനേജർ. ടീച്ചർ എന്ന് പറയുന്നത് അവിടെ എല്ലാ കുട്ടികളെയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. മാനേജർ എന്നുള്ള റോൾ ഉണ്ട്, എന്നാലും അതിനും അപ്പുറം ഒരു ലീഡറാണ്. കുട്ടികളെ ലീഡ് ചെയ്ത് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു വേയിലേക്ക് കുട്ടികളെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. The teacher is the leader of the class and ideal to his students. അവരുടെ റോൾ മോഡലും ആര് തന്നെ ആയിരിക്കണം? ടീച്ചർ തന്നെ ആയിരിക്കണം. നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് ക്ലാസ്സിലെ ലീഡർ ആയിരിക്കണം, അതേപോലെ തന്നെ അവരുടെ ഐഡിയൽ ആയിരിക്കണം. ഈ ഇൻഫ്ലുവൻസ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ. ടീച്ചേഴ്സിന് കുട്ടികളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം. He should look like a teacher and behave like a teacher. കാണാനും ടീച്ചറിനെ പോലെ തന്നെ വേണം, അവർ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ടീച്ചറിനെ പോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്താ പറയാ കോഴ്സ് കഴിഞ്ഞു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ പോലെ തന്നെ പെരുമാറണം, അതേപോലെ തന്നെ ബിഹേവ് ചെയ്യണം. അതേപോലെ നമ്മൾ ഡ്രസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചേഴ്സിന്റെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ടീച്ചേഴ്സിന്റെ എന്താ പറയാ ഡ്രസ് കോഡ് എന്താണോ അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാം. ഇനി he has to maintain classroom code and conduct. ആരുടെ ഉത്തരവാദിത്തമാണ് ക്ലാസ് റൂമിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുള്ളത്? ആദ്യത്തെ ടീച്ചറിന്റെ തന്നെയാണ്. He has to maintain classroom code and conduct which should be value based. നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കണം. അത് ആ കോഡ് ഓഫ് കണ്ടക്ട് കറക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം.
These dimensions of classroom management concern the feeling, attitude, value, facts of the students. കുട്ടികളുടെ ഫീലിങ്സും അവരുടെ പെരുമാറ്റവും അവരുടെ മൂല്യങ്ങൾക്കും നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കുറച്ച് കൺസേൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് റൂം മാനേജ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്, എന്തെല്ലാമാണ് ക്ലാസ് റൂം മാനേജ്മെന്റിലെ ഡയമെൻഷൻസ് ആണ്. നമ്മൾ 4 ഡയമെൻഷൻസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പറഞ്ഞത് ഫിസിക്കൽ ഡയമെൻഷൻസ്, അതേപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ, then psychological dimension, last ethical consideration or value dimension ആണ്. ഓക്കെ, ഈ ഡയമെൻഷൻസ് ഒന്ന് റീഡ് ചെയ്തേ, വേഗം റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് വേഗം ഒന്ന് റീഡ് ചെയ്തേ. പേജ് നമ്പർ 89. ഡയമെൻഷൻ മാത്രം അയച്ച പർട്ടിക്കുലർ. അതേടാ, റീഡ് ചെയ്തോ? ആ, ഓക്കെ, അപ്പൊ നമുക്ക് ഡയമെൻഷൻസ് ക്ലിയർ ആണോ, മനസ്സിലായോ? മനസ്സിലായോ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ക്ലാസ് റൂം മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് കമ്പോണൻസ് ഉണ്ട്, എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് കമ്പോണൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ടീച്ചേഴ്സ് ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓഫ് വേരിയബിൾസ് ആണ് പറയുന്നത്. The teachers and students interaction in the classroom depends on several components and variables. കുറച്ച് കാര്യങ്ങളായിട്ടാണ് ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വരുന്നത്. അത് എന്തെല്ലാമാണ്? ഇങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കമ്പോണൻസിനെയാണ് നമ്മൾ ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓർ വേരിയബിൾസ് എന്ന് പറയുന്നത്. The following are the main intervening variables of classroom management. ആദ്യത്തെയാണ് സബ്ജക്ട്. എന്താണ് സബ്ജക്ട്? നമ്മള് മോൺസോറിയാണ് നമ്മുടെ സബ്ജക്ട്. അപ്പൊ അതാണ് കണ്ടന്റ് ഇൻക്ലൂഡ്സ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ടേംസ്, കൺസെപ്റ്റ് എന്താണ്, ഫാക്ട്സ് എന്താണ്, റിയലബിലിറ്റി എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് തിയറി, ഈ തിയറിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, വെർബൽ ലാംഗ്വേജ് എങ്ങനെയാണ്, പ്രോബ്ലം സോൾവിംഗ് എങ്ങനെയാണ്, ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ വേരിയബിൾസിൽ വരുന്നത്. ടീച്ചിങ് ഒബ്ജക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ.
ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതേപോലെ എന്താ പറയാ വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൈക്കോമോട്ടർ സ്കിൽസ് എന്തൊക്കെയാണ് എന്നെല്ലാം ഇതിൽ വരുന്നുണ്ട്, വേരിയബിൾ ഒക്കെയാണ്. ഇനി നമ്മൾ സ്ട്രാറ്റജി ഓർ മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ്, നമ്മൾ 4 ടൈപ്പ് മെത്തേഡുകൾ ഇവിടെ പറയുന്നുണ്ട്. ടീച്ചർ കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ടീച്ചേഴ്സ് ആയിരിക്കും ഇവിടെ ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ലേണേഴ്സ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ആണ്, ഇവിടെ ലേൺ ചെയ്യുന്ന വ്യക്തികളായിരിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്, മോൺസോറി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്, പ്രവൃത്തിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. 4 മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ് ഉള്ളത്. എങ്ങനെയാണ് ടീച്ചേഴ്സ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ലേണേഴ്സ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഗ്രൂപ്പ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണോ ഓർ ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണോ എന്ന് നമ്മൾ നോക്കണം. ടെക്നിക്സ് ആൻഡ് മാക്സിംസ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങിന്റെ അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ സാങ്കേതിക വിദ്യകൾ കാര്യങ്ങളൊക്കെ നോക്കണം. ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ് വേണ്ടത്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ടീച്ചിങ് എയ്ഡ്സ് എന്താണ്, നമുക്ക് എന്താ വേണ്ടത്, സിസ്റ്റം വേണം, അതേപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ വേണം, PDF വേണം, ദെൻ ക്യാമറ, അതേപോലെ മൈക്ക് കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ നമ്മളുടെ ടീച്ചിങ് എയ്ഡ് ഇതാണ്. പക്ഷെ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചൊക്കെ എന്തൊക്കെയായിരിക്കും വിഷ്വൽ ആൻഡ് ടീച്ചിങ് എയ്ഡ്സും വിഷ്വൽ ഓഡിയോ ആൻഡ് വിഷ്വൽ എയ്ഡ്സ് എന്തൊക്കെയായിരിക്കും. മേ ബി പ്രൊജക്ടർ ഉണ്ടാവും ഒരു ക്ലാസ് റൂമിൽ. അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സിൽ വരുന്നതാണ് ക്ലാസ് റൂം മെറ്റീരിയൽസ് കാര്യങ്ങൾ, ബ്ലാക്ക് ബോർഡ്, പിന്നെ പ്രൊജക്ടർ നമുക്ക് പറയാൻ പറ്റും. ചില സൗണ്ട് കുറച്ചുകൂടി കൂടുതൽ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മൈക്ക് യൂസ് ചെയ്യും. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില കോളേജുകളിൽ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മൈക്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഒരു വലിയ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ മൈക്ക് യൂസ് ചെയ്ത് അവർ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ടീച്ചിങ് എയ്ഡ് വേണ്ടത് എന്നുള്ളതും ഇതിൽ വരുന്നു. മോട്ടിവേഷണൽ ടെക്നിക്സ്, നമ്മള് എന്ത് ടെക്നിക്സ് ആണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. എനിക്കറിയാം മരിയ മോൺസോറി പറഞ്ഞിട്ടുണ്ട് നമ്മൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ അവരെന്ത് ചെയ്യേണ്ട, റിവാർഡ്സും പണിഷ്മെന്റ്സും ഒന്നും കൊടുക്കണ്ട. എന്നിരുന്നാലും നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു മോട്ടിവേഷണൽ ടെക്നിക്സ് അവർ നമ്മൾ ഇൻസ്പയർ ചെയ്യണം. അതിനെന്താ ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ടീച്ചിങ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്, നമുക്ക് ടീച്ച് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടോ, ആ ഒരു എബിലിറ്റി ഉണ്ടോ, സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ സോഷ്യൽ സ്കിൽസ് ഉണ്ടോ, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടോ എന്നുള്ളത്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആൻഡ് സ്കില്ല്, നമുക്ക് ടീച്ചിങ് അറിയാം, കാര്യങ്ങളെ കുറിച്ച് നോളജ് അറിയാം, സബ്ജക്റ്റിനെ കുറിച്ച് വ്യക്തമായ നോളജ് അറിയാം, പക്ഷെ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ, അതൊരു പ്രശ്നമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ, നമ്മുടെ പഠനത്തിലെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്, ഫസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്ട്, നമ്മൾ മോണ്ടിസോറി ആണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു PG വരുന്ന ആദ്യം ഡിപ്ലോമയാണ് നമ്മൾ ചെയ്യുന്നത്. ഡിപ്ലോമ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും PG ആഡ് ഓൺ ആവുന്നത്. അപ്പോ അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്. നിങ്ങൾ തേർഡ് പാർട്ട് ആവുമ്പോഴാണ്, മൊഡ്യൂൾ 1 തേർഡ് പാർട്ട് ആവുമ്പോഴാണ് PG എന്ത് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ആഡ് ആകുന്നത്. അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, അത് ഓരോ ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് അത് അവർ തീരുമാനിക്കും. സപ്പോർട്ടിംഗ് ഡിവൈസ് ഓഫ് ടീച്ചിങ്, നമുക്ക് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡിവൈസുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് കമ്പോണൻസ് വരുന്നത്. നമുക്ക് ഇന്റർവെനിങ് കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. All these teaching variables are taken into consideration when managing a classroom. ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് മാത്രമല്ല അവിടെ നോക്കണ്ടേ, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. Then sociometry of instruction. An educational institution does not exist in vacuum. നമുക്ക് ശൂന്യതയിൽ നിന്നുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാനായിട്ട് പറ്റില്ല. The learners and the teachers reveal in their mentor and behavior. എന്ന് വെച്ചാല് ടീച്ചേഴ്സും അവരുടെ ലേണേഴ്സും കുട്ടികളും അവന്റെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും എന്ത് ചെയ്യണം, റിവീൽ ചെയ്യണം. സാധാരണയായിട്ട് ഇവരുടെ ക്യാരക്ടർ, ഇപ്പൊ കുട്ടികളുടെ ആയാലും ടീച്ചേഴ്സിന്റെ ആയാലും ക്യാരക്ടറിൽ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഹോമിലുള്ള ഇൻഫ്ലുവൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. The influence of the experience that have had in their home and community. അപ്പൊ ഹോമിലുള്ളതും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. As such education institution, school and college form a part of society. നമുക്കറിയാം ഏതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും സൊസൈറ്റിയുടെ പാർട്ടാണ്. സ്കൂൾ ആവട്ടെ കോളേജ് ആവട്ടെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്, സൊസൈറ്റിയുടെ പാർട്ടാണ്. They reflect its characteristics in a man's forms.
ഒരു വ്യക്തിയെ ഫോം ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ഒന്നെടുത്ത് ഒബ്സർവ് ചെയ്ത് നോക്കി നമ്മളുടെയൊക്കെ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ രൂപീകരണത്തിന് നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? സംബന്ധിച്ചാണെങ്കിൽ എനിക്കുണ്ട്. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾ എന്റെ ക്യാരക്ടർ ഫോർമേഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോ ഒരു സൊസൈറ്റിയില് ഓരോ വ്യക്തിയുടെയും ഒരു കുട്ടിയുടെയും എന്താ പറയാ ക്യാരക്ടർ ഫോർമേഷന് അവർ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സ്റ്റുഡന്റ് ഫാക്കൽറ്റി മെമ്പർ ഉണ്ടാവും, ബോത്ത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ, consistent nucleus of the communication that out of academic, psychological and social situation of education institution. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡന്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരെല്ലാവരും എന്തിനു വരുന്നുണ്ട്? ഈ ഒരു കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഫോർമേഷനിൽ വരുന്നുണ്ട്. ഇവര് മെയിൻ ആയിട്ട് അക്കാഡമിക് ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ സിറ്റുവേഷൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. The quality of the communication that leads to human relationship within the institution and between the institution and the community is determined by the social psychological framework of the student body and the faculty. വലിയ സെൻറ്റൻസ് ആണ് പറയാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിലേഷൻഷിപ്പിന്റെ ബേസിക് കാര്യം എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്തും ഇൻസ്റ്റിറ്റ്യൂഷനും പുറത്തുള്ള സൊസൈറ്റി ആയിട്ടും നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളിവിടെ എന്താണ് എയിം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ സൊസൈറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫ്രെയിം വർക്ക് കുട്ടികളുടെ, അതേപോലെ തന്നെ സ്റ്റുഡന്റ് ബോഡിയുടെയും ഫാക്കൽറ്റിയുടെയും സോഷ്യൽ ബിഹേവിയർ, സൈക്കോളജിക്കൽ ബിഹേവിയർ എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The organization and the administration of the institution, the impacts of learning experience of the student and the institutional climate. നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ക്ലൈമറ്റ് വേണം. നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ് അവിടുത്തെ പോസിറ്റീവ് ആക്സെപ്റ്റ്? ആ ക്ലൈമറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലൈമറ്റിൽ പോസിറ്റീവ് ആക്സെപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. എപ്പോഴും സ്റ്റുഡൻസ് ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ ഒരു എന്താ പറയാ നല്ലൊരു ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്കൊരു ബെറ്റർ ആയിട്ടൊരു ലേണിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് അവിടുത്തെ സ്റ്റുഡൻസും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ തമ്മിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് വേണം. The strength of the relationship in terms of mutual understanding. ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ സ്റ്റുഡൻസും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, പരസ്പരമായിട്ടുള്ള ഒരു ധാരണ വേണം. ഫ്രണ്ട്ലിനെസ്, നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പത്തിന് സമരത്തിനൊന്നും പോകാൻ പാടില്ല. ഒരു നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. സ്പിരിറ്റ് ടു ഗീവ് ആൻഡ് ടേക്ക്, റെസ്പെക്ടിന്റെ കാര്യം ഒന്ന് ആലോചിക്കേ. ടേക്ക് റെസ്പെക്ട് ആൻഡ് ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്റ്റോ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മൾ റെസ്പെക്ട് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ കിട്ടുകയും ചെയ്യും. കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ് എന്ന് വെച്ചാൽ കോപ്പറേഷനോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആയിരിക്കണം പ്രൊമോട്ട് ചെയ്യാൻ. എമോഷണൽ സ്ട്രെങ്ത്, എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഫ്രണ്ട്ലിനെസ്, സ്പിരിറ്റ് ഓഫ് ഗീവ് ആൻഡ് ടേക്ക്, കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, ഇമോഷണൽ സ്ട്രെങ്ത് എല്ലാം ഒരു നല്ല രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. എന്താണ് intervening components of variables. Then next, sociometry of institution. ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും.
റീഡ് ചെയ്തോ? ഇനി നമ്മള് സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫസ്റ്റ് പറയുന്നത് ടീച്ചർ ആസ് എ ഫോക്കസ്. നമ്മൾ മെയിൻ ആയിട്ട് ആരെ ഫോക്കസ് ചെയ്യുന്നത് ടീച്ചറിനെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആര് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് ടീച്ചറാണ്. ജസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മള് നമ്മുടെ ഈ കോഴ്സ് മോണ്ടിസോറി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മളുടെ ടീച്ചർ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടീച്ചർ ഉണ്ട് ഇല്ലേ? നമ്മുടെ ഷാൻസിന്റെ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു പവർ നമ്മൾ ഇപ്പൊ ഞങ്ങൾക്ക് പോലും ഒരു ഗൈഡാണ് ആര് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ ഇൻഫ്ലുവൻസിങ് ആണ്. ടീച്ചറിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് തന്നെ പോകുന്നത്. നമ്മളായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നം ക്ലിയർ ആവുന്നില്ല, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം റെഫർ ചെയ്യുന്ന ടീച്ചർ എടുക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ടീച്ചർ സപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ആദ്യം നമ്മൾ സോൾവ് ചെയ്യാൻ ഉണ്ടാവുന്ന മിസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ആസ് ദ ഫോക്കസ്. The teachers is a significant figure in any education institution in contact with the learners in the classroom and holding joint responsibility with the parents, the welfare of the learners' education. നമ്മുടെ കുട്ടികളുടെ വെൽഫെയർ അതേപോലെ അവർ നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ അവര് പെർഫോം ചെയ്യണം എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി പാരന്റ്സിനെ പോലെ തന്നെ ആർക്കുണ്ട്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളുടെയും എഡ്യൂക്കേഷന്റെ കാര്യത്തില് ലേണേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തില് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. ആക്ച്വലി ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ടു വേ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിസേർവ്ഡ് ഇഫ് ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ദ ലേണേഴ്സ് ബെറ്റർ ബൈ ദ നീഡ്സ് ഓഫ് ദ നോളജ് ഓഫ് ദെയർ ഹോം ബാക്ക്ഗ്രൗണ്ട് and the parents getting to know the program in an education institution and the role played by their assigned in them. അപ്പോ ഒരു എന്താ പറയാ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ എപ്പോഴും ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത് നല്ലതെന്നാ പറയുന്നത്. കാരണം നമ്മുടെ പാരന്റ്സ് ആയിട്ട് നല്ല രീതിയിൽ ടീച്ചേഴ്സ് നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. കുട്ടികളെ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടോ, അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കൊടുക്കുന്ന വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ, എന്താണ് കുട്ടിയുടെ ഹോമിലെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്നാലാണ് അവരുടെ എന്താ പറയാ അവരുടെ ആ കാര്യങ്ങള് അവരുടെ റോൾ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പാരന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. The teacher, the parent, the community generate multiple way of interrelationship. ഒരു ടീച്ചറും കുട്ടികളും പാരന്റ്സും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. Which call for understanding of the nature of service they render and the point of view they hold. അപ്പൊ ഒരു ടീച്ചർക്ക് ഒരു കുട്ടീനെ മാറ്റാനായിട്ട് പറ്റും. നമ്മൾക്കൊക്കെ നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ എപ്പോഴെങ്കിലും ഉണ്ടാവും ഇല്ലേ? നമ്മളെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഉണ്ടാവില്ലേ? എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മള് അത്രയും എന്താ പറയാ വീക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തൊന്നും ഇല്ല, അങ്ങനെയല്ല, അവള് നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോ എന്താ പറയുന്നത് അപ്പോ നല്ലൊരു ടീച്ചർ കമ്മ്യൂണിറ്റി പാരന്റ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The teacher, the momentous point in education enterprise need to develop himself professionally എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സുപ്രധാനമായ ഒരു പോയിന്റ് ആണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ടീച്ചർ എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായ പോയിന്റ് ആണ്. അത് മാത്രമല്ല ഒരു സൊസൈറ്റിയിൽ ഒരു ടീച്ചർ കിട്ടുന്ന വാല്യൂ സൊസൈറ്റി നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർ ആണെന്ന് പറയുമ്പോൾ ബേബി നിങ്ങൾ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടീച്ചറാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് എന്ന് പറയുന്നത് ഒരു റെസ്പെക്ട് ആണ്. കാരണം സൊസൈറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണെങ്കിൽ കുട്ടികളിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ആരെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ? ടീച്ചേഴ്സ് പാരന്റ്സിനെ പോലെ തന്നെ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം അത്രയും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കുട്ടിയുടെ ലൈഫിൽ, അത്രയും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആദ്യ ടീച്ചർ എന്ന് പറയുന്നത്. അത് സുപ്രധാനമായ ഒരു റോളാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളത്. The teachers, the moment when points in education enterprise need to develop himself
professionally and maintain a wholesome personality and a mature mind in order to strengthen the bond relationship. നമ്മളെപ്പോഴും ടീച്ചേഴ്സ് ഒരു നല്ലൊരു എപ്പോഴും പ്രൊഫഷണലി ഡെവലപ്പ് ആവാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞു, അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞു നമ്മൾ ടീച്ചിങ് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മൾ ലാംഗ്വേജ് അത്ര പ്രോപ്പർ അല്ല, ഇംഗ്ലീഷിന് കുറച്ചുകൂടി ബെറ്റർ ആയാലോ, നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യും. അതേപോലെ നമ്മളുടെ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ ഫോളോ ചെയ്തേക്ക് വരും ടീച്ചേഴ്സ് ആവുമ്പോൾ മനസ്സിലാവും. അതേപോലെ ഇത് എന്തിന് കാരണമാകും, നമ്മുടെ പേഴ്സണാലിറ്റി ഹോൾസം പേഴ്സന്റെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബിഹേവിയർ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാവും. അതേപോലെ ടീച്ചേഴ്സിന് സാധാരണ എല്ലാ ടീച്ചേഴ്സിനും മെച്ചുവേർഡ് ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കും, കാരണം ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമ്മുടെ കുട്ടികളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ടീച്ചർ ആസ് ദ ഫോക്കസ് ആണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ തന്നെയാണ് ആദ്യം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആര് വഹിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് വഹിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ലേണേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് ആരാണ്, ടീച്ചേഴ്സിന് തന്നെയാണ്. ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഒരു ടീച്ചർ കുട്ടികളെ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, കുട്ടികളുടെ പാരന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണം. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോട്ടിവേറ്റ് ചെയ്യാനും അവരൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ കൺസെപ്ച്വലൈസ് ആൻഡ് റിലേറ്റ് ടു ഈച്ച് അതർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ടേൺ ഇൻ. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് ഇൻഡിവിജ്വൽസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇൻഡിവിജ്വൽസ് ഉണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അവിടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൺസെപ്ച്വലൈസ് എന്ന് പറഞ്ഞാൽ ആശയവിഷ്കരണം ചെയ്യണം. റിലേറ്റ് ടു ഹ്യൂമൻ ബീങ്സ്, റിലേറ്റ് ടു അതേഴ്സ് ഇൻ ദ സൊസൈറ്റി, അവരുടെ സൊസൈറ്റിയിലുള്ള മറ്റുള്ളവരായിട്ട് പാരന്റ്സ് ആയിരിക്കും കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സ്പെസിഫിക് കണ്ടന്റ് such as educational institution, medical institution, industry, legal institution, social institution ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. Human relation in education institution related to cooperation and interrelationship generated by personnel directly and indirectly involved in various activity of the institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവരുടെ ആക്ടിവിറ്റീസിൽ നമ്മുടെ എന്താ പറയാ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഇപ്പോ ടീച്ചേഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള റിലേഷൻ, ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് മാത്രം തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സും ലേണേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പ് ആണ്, ബന്ധങ്ങളാണ്. ഓക്കെ, ഇനി അത് മേ ബി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആവാം. സം ഓഫ് ദി സിഗ്നിഫിക്കന്റ് ഗ്രൂപ്പിംഗ് ഓഫ് ദ പേഴ്സൺ ഹു ഹ്യൂമൻ റിലേഷൻ റിലേറ്റ്സ് ടു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഏതെല്ലാം ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. കുട്ടികളും ലേണേഴ്സും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ നല്ലൊരു ബെറ്റർ ലേണിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലേണേഴ്സും തമ്മിലൊരു നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കും, റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. കുട്ടികൾ തമ്മിൽ നമുക്കറിയാലോ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിയുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ടീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസിങ് ആണ്. ടീച്ചേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ വരുന്നത്. ടീച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്, ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പാരന്റ്സും സൊസൈറ്റിയുമാണ് ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് കേട്ടോ. ആരൊക്കെയാണ്? പാരന്റ്സും സൊസൈറ്റിയുമാണ്. അതൊന്ന് നോട്ട് ചെയ്യാം. Some authors have divided relationship as academic, social, constitutional, but opinion vary regarding to the division, as it is difficult to accept any clear division between social and academic relationship. ഇത് കൂടാതെ പിന്നെ നമ്മളെ ആകെ 5 റിലേഷനെ പഠിക്കാനുള്ളൂ. 5 റിലേഷൻ കൂടാതെ ചില ഓതേഴ്സ് പറയാറുണ്ട്
അക്കാഡമിക്, സോഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിവൈഡ് ചെയ്തത്. പക്ഷെ അത്രയും റെലവെന്റ് അല്ല ബാക്കിയുള്ള ഡിവിഷൻസ്. നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ്? ടീച്ചേഴ്സ് ലേണേഴ്സ്, ലേണേഴ്സ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേഷൻ റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ റെഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോ അതിന് മുമ്പ് ഈ 2 പോയിന്റ്സും ഒന്ന് നോക്കി, ഒന്ന് റീഡ് ചെയ്തേ. ഏതൊക്കെയാണ്? ടീച്ചേഴ്സ് ആസ് ഫോക്കസും ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഒന്ന് റീഡ് ചെയ്തേ. ഇവിടെ പാരന്റ് ആൻഡ് സൊസൈറ്റിയുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പാരന്റ് ആൻഡ് സൊസൈറ്റി വരും. നമ്മുടെ ഒരു സൊസൈറ്റി, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ സമൂഹം വളരെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കേട്ടോ. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് റിലേഷൻസ് ആണ്. ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് ആദ്യം കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ളത്. ലേണേഴ്സ് ബിഹേവിയർ ആസ് ഇൻഡിവിജ്വൽ ആൻഡ് എസ്പെഷ്യലി ആസ് ആൻ ഇൻഡിവിജ്വൽ കോണ്ടാക്ട് വിത്ത് ടീച്ചേഴ്സ് ആൻഡ് അതർ ലേണേഴ്സ്. നമ്മള് കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻഡ്സ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഓൺ ദ കൈൻഡ് ടീച്ചേഴ്സ് ആൻഡ് ദ ലേണേഴ്സ്. എപ്പോഴും ടീച്ചേഴ്സും കുട്ടികളും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സിറ്റുവേഷൻ നമുക്ക് ക്ലാസ് റൂമിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ടീച്ചറിനോട് ഭയങ്കര ദേഷ്യമാണെങ്കിൽ മേ ബി നമ്മൾ ആ സബ്ജക്ട് തന്നെ വെറുത്തു പോകും, അല്ല ഇഷ്ടപ്പെടാത്തയാവും. അപ്പൊ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇഫ് ദ ടീച്ചേഴ്സ് ക്യാൻ അസ്യൂസ് ദ സോഷ്യൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഓഫ് ദി സ്റ്റുഡന്റ്. കുട്ടിയുടെ സോഷ്യലും അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ നീഡ്സും മനസ്സിലാക്കാനും അത് അറേഞ്ച് ചെയ്യാനും ആരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ടീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ആർ ഡെവലപ്ഡ് ഇൻ ദ ക്ലാസ് റൂം. എന്നാൽ മാത്രമേ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദിസ് മേ ബി ക്യാരിഡ് ഔട്ട് ബൈ ദ ടീച്ചർ ഇൻ സച്ച് ആക്ടിവിറ്റീസ് ആസ് ലിസണിങ് ടു ദ ലേണേഴ്സ്. നമ്മൾ കുട്ടികളെ കേൾക്കാനായിട്ട് ഒരു ടൈപ്പ് കൊടുക്കണം. കുട്ടികൾ പറയുന്നത് കേൾക്കാൻ, അവരുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. റെസ്പോൺസ് ടു ദർ സബ്ജക്ഷൻ, അവർ പറയുന്ന അഭിപ്രായത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അക്സെപ്റ്റിംഗ് ദർ ഫീലിംഗ്, അവരുടെ ഫീലിംഗ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇൻവോൾവ് ദം ഇൻ ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്. കുട്ടികളെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം. ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ
നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ആൻഡ് എൻകറേജ് ദർ എഫേർട്ട്, കുട്ടികളുടെ എഫേർട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ എൻകറേജ് ചെയ്യണം. ഒരു കുട്ടി വീട്ടിലായിരുന്ന ഒരു കുട്ടിയാണ്, അവൻ മാർക്ക് കുറച്ചും കൂടി അവൻ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്തു, പാസ് ആയിരുന്നായിരിക്കും. അപ്പൊ നമ്മൾ അവൻ ഫെയിൽ ആയിരുന്ന മുമ്പൊക്കെ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് റാങ്ക് പറഞ്ഞ കുട്ടികളെക്കാളും എൻകറേജ് ചെയ്തത് ആരെയാണ്? ആ പാസ്സായ കുട്ടീനെയാണ്. മേ ബി ആ ഒരു എൻകറേജ്മെന്റ് അവരുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയിരിക്കാം. ക്രിയേറ്റിംഗ് എ വാം സപ്പോർട്ടിംഗ് പോസിറ്റീവ് ഇമോഷണൽ ക്ലൈമറ്റ് ഇൻ ദ ക്ലാസ് റൂം. അങ്ങനെ വരുമ്പോ ഒരു ക്ലാസ് റൂമിൽ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല വാം ആയിരിക്കും, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ക്ലാസ് റൂമിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. Such a climate improve the emotional security. ഇതെന്തിന് കാരണമാകുന്നു? കുട്ടികളുടെ ഇമോഷണൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കാരണമാകുന്നു. മോട്ടിവേറ്റ്സ് ലേണിംഗ്, ലേൺ ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ആൻഡ് ലീഡ്സ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ്. അതുവഴി അവർക്ക് നല്ല അച്ചീവ്മെന്റ്, നല്ല ഹൈ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ബീയിങ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് circumspect person is thus one of the hallmark of a skillful teacher. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ എന്താ പറയാ, ഒരു സർക്കംസ്റ്റൻസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. Some of the components of human relationship which exist inside a classroom are often challenged. വിട്ടുപോയിട്ടുണ്ട് അല്ലെ? Okay. Being an understanding and a circumspect person is thus one of the hallmark of skillful teacher. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ അത് ഒരു കുട്ടികളുടെ സ്കിൽഫുൾ ടീച്ചറുടെ ഹോൾമാർക്ക് തന്നെയാണ്. നല്ല രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടീച്ചറുടെ ഹോൾമാർക്ക് ആണത്. Some of the components of human relationship which exist inside the classroom. ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് എന്തെല്ലാം റിലേഷൻഷിപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പാർഷ്യാലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്, പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ മേക്കിംഗ്, കുട്ടികളോട് കൂടിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട്. ഫ്ലെക്സിബിലിറ്റി ഓഫ് സിലബസ്, ഫ്ലെക്സിബിൾ ആയിരിക്കണം. എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വേണം. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളൊരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ബി എന്നുള്ള ഫീലിംഗ് വേണം. പ്രൊബിറ്റീവ് ഫ്രണ്ട്ലിനെസ്, സ്റ്റുഡൻസ് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ അവരൊരു നമുക്കൊരു ഫീൽ ഓഫ് ഗ്രൂപ്പ് ആണ്, നമ്മൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്, ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ് ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് ലേണേഴ്സ് റിലേഷൻഷിപ്പ്. ലേണേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ലേണേഴ്സ് റിലേഷൻഷിപ്പ്. കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേണ്ടേ? എന്നാലല്ലേ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുള്ളൂ. സൊസൈറ്റിയുടെ തന്നെ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേണേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് ആണ്. അവർക്ക് ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം എന്തിന്റെ ബേസിലാണ്? കുട്ടികൾ തമ്മിലുള്ള, സ്റ്റുഡൻസ് തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷന്റെ ബേസിൽ ഫോം ചെയ്യുന്നതാണ്. The human relationship among the learners or students can either across or the growth of each others in many ways. നമ്മൾ കുട്ടികൾ ലേണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുട്ടികള് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മള് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ മെമ്പർ എങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്ത് പോകും? പഠിക്കുക തന്നെ ചെയ്യും, നമ്മള് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യും. It is needed for the teachers to understand the relationship functioning among students. കുട്ടികൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കണം. അവര് മേ ബി ഫ്രണ്ട്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ഗ്യാങ് ആയിരിക്കും, അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. The learners need a period in which they relate to each other as equal and to learn to stand their own. അപ്പോൾ ഒരുമിച്ച് നിൽക്കാനും അതേപോലെ ഒരു അവസരം അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. A great amount of emotion is usually stimulated in peer group games regarding to friendship relation during adolescence. നമുക്കറിയാം കുട്ടികൾ തമ്മിൽ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇമോഷണൽ ബോണ്ട് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾ തമ്മിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ബോണ്ട് അഡോൾസ് ഏജിലാണ് തോന്നുന്നത് അല്ലെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മേ ബി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നമ്മുടെ ക്ലാസ് റൂമിലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു 5th മുതൽ അല്ലെങ്കിൽ 1st സ്റ്റാൻഡേർഡ് മുതൽ 10th വരെയുള്ള ഫ്രണ്ട് ഗ്യാങ് അതൊക്കെ ഉണ്ടാവില്ലേ? In the peer group
there is a gradual shift from the activity orientation to thought. ആക്ടിവിറ്റി ഓറിയന്റേഷൻ നിന്ന് ചിന്തിക്കാനുള്ളൊരു ഒരു ഷിഫ്റ്റ് തന്നെയാണ് പിയർ ഗ്രൂപ്പ് വരുന്നത്. ഫീലിംഗ് ആൻഡ് പേഴ്സണാലിറ്റി ഓറിയന്റേഷൻ, മറ്റുള്ളവർ ഫീലിംഗ് റെസ്പെക്ട് ചെയ്യുക, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ടീമിലുള്ളത്. മേ ബി ചില കുട്ടികൾ കുറച്ച് കുടുംബന്മാരായിരിക്കും. നമ്മളത് പിയർ ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. The learners may solve ideas and feeling with the peers. Then clarifying social relationship. Conversation in peer groups is a medium through which social sensitivity and skills are developed. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണേഴ്സ് എപ്പോഴും അവരുടെ ഫീലിങ്സ് പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് ഷെയർ ചെയ്യും, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും. അവർ സോഷ്യൽ റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ്, ഒരു റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ കൂടുതലായിട്ട് ഒരു കുട്ടി പിയർ ഗ്രൂപ്പ്സ് ആയിട്ടൊന്നും ആരുമില്ല, ഫ്രണ്ട്സ് ഒന്നും ആരുമില്ല. അപ്പൊ അവന്റെ ലാംഗ്വേജ് കോൺവെർസേഷൻ ഫോർമേഷൻ നടക്കില്ല. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കോൺവെർസേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കും. പെട്ടെന്ന് നമുക്ക് സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോഷ്യൽ സെൻസിറ്റിവിറ്റി ഫോം ചെയ്യും. സ്കിൽസ് ഞാൻ പറയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ പെട്ടെന്ന് സംഭവിക്കും. The influence and the bonds of peer groups extended far beyond the outcome of simple interaction and interrelationship. എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പോ ഒന്നല്ല പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു ബോണ്ടാണ്, അല്ലെ, ഒരു ഗ്രൂപ്പ് ആണെന്നുള്ള ഫീൽ ആണ് ഇവിടെ വരുന്നത് പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ വരുന്നത്. ഇൻ ദിസ് ഫീൽഡ് തിയറി അപ്രോച്ച് thought limits. Further, the group dynamic moments refers to an effect of group atmosphere. നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് വരാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ എടുക്കുകയാണെങ്കിൽ ഒരു ബോണ്ട് അവിടെ ഉണ്ടാവും, അല്ലെ, ആ കുട്ടികൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. ക്ലാസ് റൂമിൽ മേ ബി ബോയ്സ് ഗേൾസ് എന്നുള്ള വേർതിരിവുണ്ടെങ്കിലും നമ്മൾ ആ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ ഇന്ന സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. Which indicates the behavior depends on total field of the force in operation. അവരുടെ ആ ഒരു ഓപ്പറേഷണൽ ഫീൽഡിലുള്ള ഒരു ബിഹേവിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. The sociometric moments has refined the technique for measuring the influence of the peers have with each other, who influence whom, in what way, and on what occasion. അപ്പോ ഈ സോഷ്യോമെട്രിക് മൂവ്മെന്റ്സുകൾ ടെക്നിക്സുകൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് വെച്ചാല് നമ്മൾ ഫ്രണ്ട്സിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഷെയറിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ബിഹേവിയർ നമുക്കും വരില്ലേ, നമ്മളുടെ സ്വഭാവത്തിലും ആ ഒരു ബിഹേവിയറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മൾ എപ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാനും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങും. വെച്ചാൽ ആ ഒരു ബിഹേവിയർ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഏത് വേയിലാണ്, വാട്ട് വേ ആൻഡ് വാട്ട് ഒക്കേഷൻ, അത് നമ്മൾ ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കും. സെൻസിറ്റിവിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, which is group process by which people try to know each another better. ജസ്റ്റ് നമ്മളെ ക്ലാസ്സിലുള്ള ലെക്ചേഴ്സും കാര്യങ്ങളും മാത്രം പഠിക്കുന്നതല്ല, അവിടെ ഒരു സെൻസിറ്റിവിറ്റി, അവിടെ ഉള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ ഒരു ബാച്ച് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ മോൺസൂറി തന്നെ ഒരു ബാച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു ബാച്ചിലെ കുട്ടികൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. ചില കുട്ടികൾ തമ്മിലുള്ള ഒരു ബോണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അവർ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമായിട്ട് അവർ കോണ്ടാക്ട് വന്നില്ല. പക്ഷെ അവർ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വർഷങ്ങളായിട്ടുള്ള ഒരു ബോണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ഗ്രൂപ്പ് പ്രോസസ്സാണത്. കുട്ടികൾ എല്ലാവരും ഒരാൾ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലെങ്കിൽ ആക്ടിവിറ്റി ഇന്നതാണ്, ഒരാൾ ക്ലാസ് കയറിയിട്ടില്ലെങ്കിൽ ഇന്നതാണ് അവിടെ പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വളരെ അവരുടെ കേസ് ഇൻട്രസ്റ്റിനും വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിയർ ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലേണേഴ്സ് ആർ undoubtedly affected and influenced by their peer groups. അപ്പോ ലേണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പിയർ ഗ്രൂപ്പ്സിനെ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. Research is yet to find with certainty the condition of such influence on learners, how absolutely they are influenced. അപ്പോ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ലേണേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ അവരുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഏതൊക്കെ കണ്ടീഷനിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എക്സാം വരാൻ പോവാണല്ലേ, MP 6 ഉം 7 മെയിൻ എക്സാമിലും MPH ഏത് എക്സാം വരെയാണ്, ടേം എക്സാം വരാണ്. അപ്പോ നിങ്ങളുടെ
കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഓരോ പോലെ ക്ലാസ്സിൽ കയറാനോ ക്ലാസ് നോട്ട്സ് എടുക്കാനോ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളുടെ കുട്ടികൾ ആരെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കാം, എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ട്, എന്നാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ആ ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലേണേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചെറിയ ചെറിയ എന്താ പറയാ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്രണ്ട്ഷിപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ക്യാരക്ടർ ഫോർമേഷനും അവരുടെ ബിഹേവിയറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏത് ഈ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് റീഡ് ചെയ്തേ, ടീച്ചേഴ്സ് ലേണേഴ്സ് സിറ്റുവേഷനും ലേണേഴ്സ് റിലേഷൻഷിപ്പും ഒന്ന് റീഡ് ചെയ്ത് 2 പോയിന്റ് റീഡ് ചെയ്തേ. ഓക്കെ, കുറെ പേരൊന്നും ഇല്ലാലോ. എല്ലാവരും MT7 പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് നേരത്തെ യാത്രയൊക്കെ തിരിച്ചിട്ടുണ്ടാവും അല്ലെ? റെസ്പോണ്ട് ചെയ്യാതെ കൊറേ പേര് ഇന്ന് വന്ന് അവിടെ നിക്കാന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പൊ അവര് പോന്നിട്ടുണ്ടാവും. ഓക്കേടാ. നാളെയും അതേപോലെ തന്നെ മൺഡേ എന്റെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. സാറ്റർഡേ മൺഡേ ക്ലാസ് ഉണ്ടാവേ. ഗ്രീഷ്മത് തന്നെയില്ല. നാളെ വരുന്നുണ്ട്. അടുത്താണ്? അടുത്ത് തൃശ്ശൂര്. ഓക്കെ, രാവിലെ ഒരു 9:30 10 o'clock ആകുമ്പോഴേക്കും എത്താൻ പറ്റുന്ന രീതിയിൽ വരണം കേട്ടോ. ഓക്കെ. ഞാൻ 2 വീലറിന് വരാന്ന് വിചാരിച്ചിരിക്കണേ. ആണോ? കൂടാതില്ല ഒറ്റയ്ക്ക്? ഇവിടെ കൊടുങ്ങല്ലൂരിന്ന് 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഓക്കേടാ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തീർന്നില്ലായിരുന്നു മിസ് എടുത്തത്. കംപ്ലീറ്റ് ആണല്ലോ. മോക്ക് ടെസ്റ്റ് തന്നിരുന്നു. അതൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമോ റെയിൽവേ അതേപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ ആയിട്ട് കുറച്ച് ചെയ്യും. ഈ വീക്കിൽ തന്നെ അല്ല, നെക്സ്റ്റ് വീക്കിൽ ആ ഒരു വീക്കിൽ തന്നെ തരാൻ നോക്കാം കേട്ടോ. ഓക്കെ മാം. സെമിനാർ എടുക്കട്ടെ മിസ്? സെമിനാർ എടുക്കാലോ നമുക്ക്. എല്ലാവരും ഉണ്ടോ ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുള്ളവര്?
ഞാൻ ആ സെമിനാറിന്റെ പേര് വെച്ചിട്ടുണ്ട്. അതൊന്നും എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് നമുക്ക് കുറച്ച് ലാസ്റ്റ് പോർഷൻ ഉണ്ടായിരുന്നു. ഇനി ആരാ എടുക്കേണ്ടത്? ലിജി ആണോ? മിസ്റ്റർ ഷമീമ. ലിജി എടുത്തോ? ഷമീമ കഴിഞ്ഞിട്ട് ഞാനാണ് മിസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഷെമി ലാസ്റ്റ് പറഞ്ഞില്ല. ഷെമീമ. ഓക്കെ ഓക്കെ. അപ്രൈസൽ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. സ്റ്റാർട്ട് ചെയ്തോട്ടാ. ഞാൻ മ്യൂട്ട് ആയിക്കോളാം കേട്ടോ. ഓക്കെ മിസ്സേ. ഗുഡ് ഈവനിങ് മാം ആൻഡ് ഗുഡ് ഈവനിങ് ഓൾ. എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്രൈസൽ ഓഫ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് മാനേജ്മെന്റ് എന്ന ആശയം വിദ്യാഭ്യാസത്തിൽ അല്ലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ മാനേജ്മെന്റ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആദ്യം നോക്കാം. Management is the process of getting things done with the aim of achieving goals efficiently and effectively. മാനേജ്മെന്റ് എന്നാൽ കാര്യക്ഷമതയോടുകൂടിയും ഫലപ്രദമായും ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്നാൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ടു ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്നാൽ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം മാനേജ്മെന്റ് എന്ന ഒരു ആശയം ആദ്യമായി കൊണ്ടുവന്നത് ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ ആയിരുന്ന ഹെൻറി ഫയോൾ ആയിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു പൊതു തിയറി വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് തിയറി എന്നായിരുന്നു. ഫാദർ ഓഫ് മാനേജ്മെന്റ് തിയറി എന്നാണ് മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഹെൻറി ഫയോളിന്റെ ഈ ബിസിനസ് മാനേജ്മെന്റിന്റെ തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ ആദ്യം ആപ്ലിക്കബിൾ ആയത് ബിസിനസ് ഫീൽഡിലാണ്. അതായത് ഇൻഡസ്ട്രി, കൊമേഴ്സ് ഫീൽഡുകളിലൊക്കെയാണ് ആപ്ലിക്കബിൾ ആയത്. പക്ഷെ ഈ ബിസിനസ് ഫീൽഡിലെ അതേ തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ പല കൺഫ്യൂഷൻസിനും കാരണമായി. കാരണം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് ഒരു സ്കൂൾ തലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രീ പ്രൈമറി സ്കൂളുകൾ തൊട്ട് UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അങ്ങനെയുള്ള തലങ്ങളും ഉണ്ട്. പിന്നെ ഗ്രാജുവേഷനിൽ തന്നെ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് വേണ്ടി വരുന്ന തലങ്ങളുണ്ട്, എക്സ്പെരിമെന്റുകൾ കൂടുതലായിട്ട് വേണ്ടി വരുന്ന തലങ്ങളുണ്ട്. അങ്ങനെ ഒരു ലെവലിൽ പ്രയോഗിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഒരു സ്കൂൾ തലത്തിൽ തന്നെ നോക്കിയാൽ ഒരു പ്രൈമറി സ്കൂളിൽ കൊടുക്കുന്ന അതേ റൂൾസും റെഗുലേഷൻസും ഒന്നും തന്നെ നമുക്കൊരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയും AI ഒക്കെ കാലഘട്ടമാണ്. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിലെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ അത് പ്രയോഗിക്കേണ്ടി വരികയായിരിക്കും. അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പഠനം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ മാത്രം പഠിക്കുന്നവർക്കുള്ളതായിരുന്നു. പക്ഷെ കുറെ കാലം മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ ഫീൽഡുകളിലും കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്കത് കൊച്ചു കുട്ടികൾക്ക് മുതൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്കത് ആഡ് ചെയ്യേണ്ടി വന്നു. അതായത് കരിക്കുലത്തില് വ്യത്യാസം വരുത്തേണ്ടിയും വന്നു. അതായത് ഓരോ ഇയർലി അതല്ലെങ്കിൽ 5 years ആകുമ്പോൾ നമ്മുടെ കരിക്കുലം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി പറയുന്നത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു അസൂയാവഹമായ ഒരു സിറ്റുവേഷനിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന അതേ കോഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധി അവിടെ വരും. അപ്പൊ അവർക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവര് പുരോഗമിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യും, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരാൾ പിന്തുടരുന്ന അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെ ആയിരിക്കത്തില്ല വേറൊരാൾ പിന്തുടരുന്നത്. അവർക്ക് ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസം വരും, അവരുടെ അതായത് നമ്മുടെ സർട്ടിഫിക്കേഷനിൽ വ്യത്യാസം വരും. പിന്നെ അതായത് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന അവരുടെ ഫീൽഡുകളിൽ അതായത് അവർക്കുണ്ടാകുന്ന അതായത് പേഴ്സണൽ ഡെവലപ്മെന്റില്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റില്, അവരുടെ പ്ലേസ്മെന്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് ഒരു ബിസിനസ് ആപ്ലിക്കേഷനിലെ പോലെ തന്നെ നമുക്ക് ഒരിക്കലും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ പി റോബിൻസ് ആണ്. റോബിൻസിന് ഒരു കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ഒരു ബിസിനസ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രത്തോളം മൾട്ടിപ്ലിസിറ്റി ഉള്ളതാണ്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരൊറ്റ തിയറി നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുകയില്ല. അതിന്റെ അപ്രോച്ചസുകൾ മാറണം. അതുപോലെ തന്നെ ഓരോ ലെവലിനനുസരിച്ച് നമ്മുടെ കൊടുക്കുന്ന തിയറിയും പ്രിൻസിപ്പിൾസും ഒക്കെ മാറിക്കൊണ്ടിരിക്കണം. ജനറലി അല്ലെങ്കിൽ ബേസിക്കലി ആയിട്ട് വരുന്നതെല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷെ അതിന് മുന്നോട്ട് പോകുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ വളരെ വൈഡ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ മാറ്റം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു മിസ്സേ. നെക്സ്റ്റ് ലിജി കേട്ടോ. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ലിജിയുടെ ടോപ്പിക്. ഓക്കെ മിസ്. തുടങ്ങോട്ടെ. സ്റ്റാർട്ട് ചെയ്തോടാം. ഗുഡ് ഈവനിങ് മാം ആൻഡ് ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. കേൾക്കാമോ? കേൾക്കാട്ടോ. ഇപ്പൊ എന്റെ സെമിനാർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ള കാര്യം അറിയാം. അഡ്മിനിസ്ട്രേഷൻ ദ ആക്ട് ഓഫ് മാനേജിങ് സംതിങ് എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ് ഒരു സംഭവം അതിനൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ വേണം. അപ്പൊ ആ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പോർഷനിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ റൺ ചെയ്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ റൺ ചെയ്തു പോവുകയുള്ളൂ. നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഈ രണ്ട് പേരെ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്കൂൾ അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ ഫസ്റ്റ് സെന്റൻസ് തന്നെ അവിടെ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആര് ടേംസ് യൂസ് കോമ്പാക്റ്റബിൾ. അത് രണ്ട് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഒരേ മീനിങ് വരുന്ന വേർഡ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുകയും ചെയ്തു മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. അപ്പൊ ആ സെയിം വേർഡ് തന്നെ മീനിങ്ങിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് അഡ്മിനിസ്ട്രേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ്. അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാവരെയും അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സ് ആ മെറ്റീരിയൽസ് അവിടുത്തെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ എന്താണോ അവർ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണോ അത് എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട മെയിൻ കാര്യം. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അവർ തുടങ്ങിയിരിക്കുന്നത് ദിവസം ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ ആ ഗോൾ എന്താണോ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെറ്റീരിയൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സിനെ കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ഓരോ എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലെങ്കിൽ എൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് കറക്റ്റ് ടൈമിൽ ബെല്ലടിക്കുക അതുപോലുള്ള എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷന് ഒരു ചിന്തയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഡൈനമിക് ആണെന്ന് പറയുന്നുണ്ട്. ആ ഒരു പാരഗ്രാഫ് പറയുന്നത് ഒരു ഡൈനമിക് എന്ന് പറയുമ്പോൾ ചേഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. നമുക്കറിയാം എന്താണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ആദ്യത്തെ പണ്ട് നടന്നുകൊണ്ടിരുന്ന സിലബസുകളല്ല ഇപ്പോൾ ഫോളോ ചെയ്തത്. ഇപ്പം DPC വന്നിട്ടുണ്ട്, SSA വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ ഒരു സിലബസ് കണ്ടിന്യൂസ് ഒരു ചേഞ്ച് വരും. എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ഡൈനമിക് ആണ്, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവിടെയുള്ള ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ ടീച്ചേഴ്സ് ഇപ്പൊ സീനിയർ ആയ ടീച്ചേഴ്സ് പറയാൻ ഞങ്ങൾ ട്രെയിൻഡ് ആണ് അവർക്ക് കോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പൊ പണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ആ അപ് ടു ഡേറ്റ് ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതാണ് പറഞ്ഞത് ഡൈനമിക് എൻവയോൺമെന്റിനനുസരിച്ച് എപ്പോഴും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ് ടു ഡേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതില് അഡ്മിനിസ്ട്രേഷൻ റോള് വലുതാണ്. അവരായിരിക്കണം ഓരോരുത്തർക്കും ടീച്ചേഴ്സിനാണെങ്കിലും ഓരോരുത്തർക്കും ഗൈഡ് കൊടുക്കേണ്ടത്, അതിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഫാക്കൽറ്റീസിന് എല്ലാം ട്രെയിനിങ് കൊടുക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ. അവരുടെ ഒരു റോളാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്.
എല്ലാ എവറി അക്കാഡമിക് ഇയറിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പല പല പ്രോബ്ലംസ് ഉണ്ട്. മെറ്റീരിയൽസിന്റെ ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ മാറ്റേണ്ടതായിട്ടുണ്ടാകും, അവരുടെ ട്രാൻസ്ഫർ, അങ്ങനെ ഓരോ മേഖലയിലും ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളതെന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെയെല്ലാം അപ്ഡേറ്റ് ആകുക എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ റോൾ എന്ന് പറയാനാണ്. പിന്നെ അതിനകത്ത് പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ therefore performs a threefold task to make sure efficient working. അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പതിവ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ 3 റോൾ, ഒരു ത്രീഫോൾഡ് ടാസ്ക് അവർ പറയുന്നത്. ഫസ്റ്റ് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പർപ്പസ് ആൻഡ് മിഷൻ എല്ലാം സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിരിക്കുന്നതിന്റെ പർപ്പസ് ആൻഡ് മിഷൻ ജനറൽ ആയിട്ടും അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസും പറയണം. അതായത് ഒരു എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു മെയിൻ, അതാണ് അവരുടെ ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് എന്താണ് അവരുടേതായിട്ടുള്ള ഒരു ഇൻ ജനറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പർട്ടിക്കുലർ, അവരുടെ പർട്ടിക്കുലർ പർപ്പസ് ഉദ്ദേശിക്കുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ എഡ്യൂക്കേഷൻ മാത്രമായിരിക്കില്ല, അവരുടെ കൂടുതൽ അവരുടേതായ ഒരു എന്തെങ്കിലും എക്സ്ട്രാ കൂടെ അവർ സ്റ്റുഡൻസിന് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ പർപ്പസും കൂടെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ജനറൽ അറിയാം. അപ്പൊ അതിലായിട്ട് സ്പെഷ്യലായിട്ട് എന്താണുള്ളതും കൂടി അതിന്റെ പർപ്പസും മിഷനും അവർ സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻഷുറിംഗ് ദാറ്റ് വർക്ക് ഈസ് പ്രൊഡക്റ്റീവ് ബൈ നർച്ചറിംഗ് ഹ്യൂമൻ റിസോഴ്സ് ടു ബി പ്രൊഡക്റ്റീവ് ഇൻ ദ എൻഡ്. അതായത് അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ നർച്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫാക്കൽറ്റീസിനാണ് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് ഓവർലോഡ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞിട്ടില്ല, അവരുടെ എഫക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്തില്ല. അപ്പൊ അവരെ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ അവരെ സിൻസിയർ ആയിട്ട് അവരെ ഒന്ന് ഫോളോ ചെയ്തെങ്കിൽ ഒരു അവരുടെ കംഫർട്ട് സോണിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ പ്രൊഡക്റ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതിനെ ഹ്യൂമൻ റിസോഴ്സിനെ നർച്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ വർക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പറഞ്ഞാൽ ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്ക് ടുഗദർ ഇൻ ഗ്രൂപ്പ് എഫിഷ്യന്റ്ലി ടു അറ്റൈൻ ദിസ് ഗോൾ. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോള് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ ടീച്ചേഴ്സും ഓരോ സെപ്പറേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവരുടെ ഓരോ ഇൻഡിവിജ്വൽ വർക്കിനെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത് ഗോൾ അറ്റൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ഇപ്പൊ ഒരു ഗെയിം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വൽസ് ആണ് ആ ഗെയിം കളിക്കുന്നത്. എന്നാൽ അവരുടെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതൊരു ഗ്രൂപ്പിന്റെ ഗോളിലേക്ക്, ആ ഗ്രൂപ്പിനെ വിൻ ചെയ്യുന്ന രീതിയിലേക്കാണ് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതുപോലെ ഓരോ ഇൻഡിവിജ്വൽ വർക്കിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഗ്രൂപ്പ് ആക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ എന്താണോ അത് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സലന്റ് ഫംഗ്ഷനിങ് ആണ് ഈ അഡ്മിനിസ്ട്രേഷൻ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. അവരുടെ ഹ്യൂമൻ റിസോഴ്സ് പോലെ മെറ്റീരിയൽ റിസോഴ്സ് മാക്സിമം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളത്. ഇവർ ചെയ്യേണ്ടത് അവരുടെ എഫിഷ്യൻസിയിലായിരിക്കണം ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ടീമായിട്ട് ആ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ഉദ്ദേശത്തിലാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, എന്ത് ഉദ്ദേശത്തിലാണോ അവർ ആ വർക്ക് ചെയ്യുന്നത്, ആ ഒരു അതിന്റെ ഗോളിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട് ആ കംപ്ലീറ്റ് ആയിട്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? ഇല്ല മാം. ഇല്ല. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ചേച്ചിയുടെ എന്താണ് ഗ്രീഷ്മ ഉണ്ടോ? ഓക്കെ, പറയട്ടെ. സ്റ്റാർട്ട് ചെയ്തോളോ? Good evening, ma'am. Good evening, friends. Today I'm going to explain main functions of educational administration. Education administration ഇപ്പൊ പറഞ്ഞു. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു 8 പോയിന്റ് ആയിട്ടാണ്. എക്സിക്യൂഷൻ, ഡയറക്ഷൻ, സൂപ്പർവിഷൻ, അഡ്വൈസ്, സ്റ്റിമുലേഷൻ, എക്സ്പ്ലോറേഷൻ, ലീഡിംഗ് ആൻഡ് അസിസ്റ്റൻസ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂഷൻ ഈസ് ദ ബേസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കം വരുന്നത് എക്സിക്യൂട്ട്. അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അനുസരിച്ചാണ് അതിന്റെ മൊത്തം കാര്യങ്ങൾ വരുന്നത്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റിസോഴ്സ് കണ്ടുപിടിക്കലാണ്. അത് റിസോഴ്സ് മേടിക്കൽ മാത്രമല്ല, അതിലേറ്റവും ബെസ്റ്റ് റിസോഴ്സസ്, ബെസ്റ്റ്
സ്ഥലത്ത് നിന്ന് അക്വിസിഷൻ ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. റിസോഴ്സ് ഏറ്റവും നമുക്ക് ലാഭകരമായിട്ടും ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും ക്വാളിറ്റി ഉള്ള റിസോഴ്സ് കണ്ടുപിടിക്കലാണ്. റിസോഴ്സ് മെയിൻ ആയിട്ട് വരുന്ന 3 തരാണ്: മെറ്റീരിയൽ റിസോഴ്സ്, നോൺ മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് അബ്സ്ട്രാക്ട് റിസോഴ്സ്. മെറ്റീരിയൽ റിസോഴ്സ് ആണ് നമുക്ക് ഇങ്ങനെ പോയി കണ്ട് നല്ല കുറവുള്ള രീതിയിലും നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലും മേടിക്കാൻ പറ്റുന്നത്. അതായത് ഫർണിച്ചർ, ലൈബ്രറി, ലബോറട്ടറീസ്. നോൺ മെറ്റീരിയൽ റിസോഴ്സ് നമുക്ക് അങ്ങനെ പേഴ്സൺസിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തും ഏറ്റവും നന്നായി നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തിരഞ്ഞെടുക്കണം. അബ്സ്ട്രാക്ട് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടുത്ത പേഴ്സൺസിൽ നിന്ന് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഐഡിയാസും ഇതും നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഇവരിൽ നിന്ന് എല്ലാം കണ്ടുപിടിച്ച് എക്സിക്യൂട്ട് ചെയ്യലാണ് എക്സിക്യൂഷനിൽ വരുന്നത്. അടുത്തത് ഡയറക്ഷൻ ആണ്. ദ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സെർവ്സ് ടു ഡയറക്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ്സ് സ്റ്റേജ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. ഡയറക്ഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ച എല്ലാ റിസോഴ്സ് ഒക്കെ വെച്ച് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെ നടത്തണം, അതെങ്ങനെ അതിന്റെ പ്ലാനിങ്സും എല്ലാം വരുന്നത് ഡയറക്റ്റീവിലാണ്. ഡയറക്ടേഴ്സ് ആണ് നമുക്ക് അതിന്റെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങും അതിന്റെ അക്കാദമിക് പ്ലാനിങ്ങും എല്ലാ ആസൂത്രണങ്ങളും ചെയ്യണത് ഈ ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ഷനിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ ensures that the plans are being executed according to the directives. It thus enhances the quality of work done and ensuring accomplishment. ഈ ഡയറക്റ്റീവ്സ് തീരുമാനിച്ച കാര്യങ്ങള് എല്ലാ പ്ലാനിങ്ങുകളും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോന്നാണ് ഈ സൂപ്പർവിഷനിൽ നോക്കേണ്ടത്. സൂപ്പർവൈസേഴ്സ് ആണല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണത്. ഇപ്പോ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നും കിട്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതനുസരിച്ച് അവർ പറയുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്ലാനിങ്ങും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. അടുത്തത് അഡ്വൈസ് ആൻഡ് സ്റ്റിമുലേറ്റ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അനലൈസ് ദ വർക്ക് ആൻഡ് മാനർ ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ. It weighs the pros and cons and then puts into action plans which help expel the weakness and serve to accomplish the set goals. അഡ്വൈസ് ആൻഡ് സ്റ്റിമുലേറ്റിൽ വരുന്നത് ഈ സൂപ്പർവൈസർ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നോക്കി കൊണ്ട് നടത്തുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഈ അഡ്വൈസ് കമ്മിറ്റിയാണ് നമ്മൾ അതിലെ എല്ലാ കാര്യങ്ങളിലും അനലൈസ് ചെയ്ത് നമ്മുടെ അതിൽ വല്ല പാകപ്പിഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഉണ്ടോന്ന് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് സൈഡ് കൊടുക്കുക എന്നതാണ് അവരുടെ ഈ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറെ വീക്ക് പോയിന്റ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ അതുവരെ ചെയ്ത വർക്കുകളിൽ എന്തെങ്കിലും വീക്ക് പോയിന്റ്സ് ഉണ്ടോ, ആ വീക്ക് പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ മാറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തലും അനലൈസ് ചെയ്യലാണ് അഡ്വൈസിന്റെ ഇത്. അടുത്തത് എക്സ്പ്ലോർ. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കമൻസസ് റിസർച്ച്, adopts and adapts to new methods and techniques in order to enhance learning opportunities. പുതിയ ടെക്നിക്സുകളും എക്സ്പ്ലോർ ചെയ്യുക, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോ നമ്മളിപ്പോ സാധാരണ രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്കൂളും ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂളാണ് നടത്തുന്നുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലും പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ പുതുമയില്ലല്ലോ. അപ്പൊ നമ്മൾ പുതിയ ലേണിംഗ് പ്രോസസ്സുകളും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസുകളും കണ്ടുപിടിക്കണം. അതാണ് ഈ എക്സ്പ്ലോറിൽ വരുന്നത്. ലീഡ് ആൻഡ് അസിസ്റ്റ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നോട്ട് ഓൺലി ലീഡ് down the directives but also provides the requisite support system to enable to efficient and effective achievement of the set objectives or goals. നമ്മൾ എക്സിക്യൂഷനിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സെറ്റും ഗോൾസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, എല്ലാ ഒബ്ജക്റ്റീവ്സും ഗോൾസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തരം ലീഡ്സും അസിസ്റ്റൻസ് കൊടുക്കുക.
എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ എന്തൊക്കെ പിന്നിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം. താങ്ക് യു. ഓക്കെ രംഗീഷ്മ. നെക്സ്റ്റ് പോയിന്റ് ആരൊക്കെ ഓർത്തിക്കണേ? സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ലാല. ഓക്കെ. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ്. അനുശ്രീ. ഓക്കെ ഓക്കെ അനുശ്രീ എടുത്തോട്ടോ. ഓക്കെ മാം. കൺക്ലൂഷനും കൂടി ഉണ്ട് കേട്ടോ അനുശ്രീ. ഓക്കെ മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ എലമെന്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫർദർ എലമെന്റ്സ്. The preparation of curriculum for different class according to their diverse abilities and aptitudes. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ മൊത്തം കഴിവുകളും അഭിരുചികളും അനുസരിച്ച് നമ്മൾ ഈ പാഠ്യപദ്ധതി തയ്യാറാക്കുകയും ചെയ്യും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് യൂസ്ഫുൾ ആവാൻ വേണ്ടി. പിന്നെ ടൈം ടേബിള്, അക്കാഡമിക് കലണ്ടർ, അതും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഘടകങ്ങളിൽ വരുന്നതാണ്. പിന്നെ കോ കരിക്കുലർ പ്രോഗ്രാംസ്, അതായത് ആനുവൽ ഡേ, ഓരോ സ്പെഷ്യൽ ആക്ടിവിറ്റീസ്, ഡേയ്സ്, ആക്ടിവിറ്റീസിലെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തുള്ള പ്രോഗ്രാംസുകൾ. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക്, ഓർഗനൈസേഷൻ പരമായിട്ടുള്ളത് വർക്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിനും വർക്ക്സ്, ഓരോ കാര്യങ്ങളും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും പ്രവർത്തനം, അതായത് ഓരോ അതിൻ്റെ ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് നീങ്ങും. പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ, എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് ഓർഗനൈസ് ചെയ്യുകയും. ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽസ് ഓഫ് ക്യാമ്പസ്, സംഘടനയും ക്യാമ്പസിലെ മാർഗനിർദ്ദേശവും കൗൺസിലിംഗ് സെല്ലുകളുടെ പ്രവർത്തനം, അതായത് ഈ ക്യാമ്പസിൽ നമ്മൾ ഈ കൗൺസിലിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസ്, ഈ സൊസൈറ്റി ബേസ്ഡ് ഉള്ള പ്രോഗ്രാംസുകൾ ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ നടപ്പിലാക്കും. Then provision of auxiliary services like midday meals, school uniforms, books, medical checkups, etc. അതായത് ഉച്ചഭക്ഷണം, സ്കൂൾ യൂണിഫോം, പുസ്തകങ്ങൾ, പിന്നെ വൈദ്യ പരിശോധനകൾ, അങ്ങനെയൊക്കെയുള്ള സേവനങ്ങളൊക്കെ നൽകും. കൺക്ലൂഷനിൽ പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നിടം മുതൽ ബഡ്ജറ്റിംഗ് വരെയുള്ള കാര്യങ്ങളിൽ ഒരു വൈഡ് റേഞ്ച് ആണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. എങ്ങനെ നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ നമ്മൾ കാര്യക്ഷമമായി എങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും കൊണ്ടുപോകണം എന്ന ഒരു ടൂളാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയണത് ഈ ജോലിയോടുള്ള ഈ മനോഭാവം, അതായത് ഈ ജോലി നമ്മൾ എങ്ങനെ ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ജോലി എങ്ങനെ കറക്റ്റിന് ചെയ്യണം, പിന്നെ എങ്ങനെ ഈ പ്രാക്ടിക്കൽ മെഷേഴ്സ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിന്റെ സെമിനാർ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 3 മാത്രമാണ് എടുക്കാനുള്ളത്. ദെൻ സെക്കൻഡ് യൂണിറ്റിന്റെ സെമിനാർ നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഇവയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വേണം, ഫ്രൈഡേ വേണം. മീനിങ് ഓഫ് ക്ലാസ് റൂം ലക്ഷ്മിയാണ്. ലക്ഷ്മി ഉണ്ടോ ഇവിടെ? നാളെ പ്രാക്ടീസ് സെഷൻ ഫോണ്ടാണ്. ഇല്ല, ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ എടുക്കാൻ പറ്റുമല്ലോ.
അജിന നാളെയാണോ അമ്മ? നാളെയല്ലേ? നാളെ ഇടാം. അജിന ആ. ഇൻഫോം ചെയ്യണം കേട്ടാ. അമൃത മോൻ എടുക്കാൻ പറ്റില്ലേ? മാനേജിങ് ടീച്ചിങ് ലേണിംഗ് അല്ലേ? അതെ അതെ, മാനേജിങ് ടീച്ചിങ് ലേണിംഗ് അത്രയും വരെ പറഞ്ഞു തന്നിട്ടുള്ളൂ. പേർക്ക് സെമിനാർ കൊടുത്തിട്ടുള്ളൂ അല്ലെ? നെക്സ്റ്റ് ബാക്കിയുള്ള സെമിനാറുകൾ അസൈൻ ചെയ്യാം. സെമിനാർ എടുക്കാത്തവര് പറഞ്ഞോട്ടാ. മെസ്സേജ് പേരൊന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് തരാം. ആരില്ല? ഒരു സെമിനാർ എടുത്താൽ മതിയാ? ഈ പി ജിയിലും ഒറ്റ സെമിനാർ എടുത്താൽ മതി. എടുക്കാത്തവരൊന്ന് പറയോ? നിങ്ങളുടെ മാർക്കിന്റെ കാര്യമാണ്. 100 മാർക്കിന്റെ സെമിനാർ ആണ്. അല്ലെങ്കിൽ പിന്നെ വൈവയുടെ സമയത്ത് നിങ്ങൾ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. MTH എടുക്കാലോ. രഞ്ജിത അല്ലെ? മോന് മാനേജിങ് ടീച്ചിങ് ലേണിംഗ് മാത്രല്ല അമൃതയ്ക്കുള്ളൂ. ഓർഗനൈസിങ് ടീച്ചിങ് കേട്ടോ. രഞ്ജിത ഓർഗനൈസിങ് ടീച്ചിങ് കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ മോഡുലാർ അപ്രോച്ച് ടീച്ചിങ്ങും ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്ങും അതാരെടുക്കും? 2 പോയിന്റ് ഉണ്ട്. സെലിൻ. ഓക്കെ. സെൽന. ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് അതാരെടുക്കാൻ റെഡി ആയിട്ടുള്ളത്? 4 ഡയമെൻഷൻസ് ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഡീറ്റെയിൽസ്, പിക്ചർ, നെയിം, ഫോട്ടോസ് ഒന്നും കറക്റ്റ് ആയിട്ട് അയക്കാൻ ചെയ്യണം. എടതേ നമ്മൾ ആ ഫോട്ടോസ് ബേസ് ചെയ്യുമ്പോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. പിങ്ക് ടവർ ആണെങ്കിൽ പിങ്ക് ടവർ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ദിവ്യ മോൻ MD6 അല്ലേ? നാളെ വരുന്നുണ്ട് പ്രാക്ടിക്കൽ സെഷന്? ഇല്ല മിസ്സേ. ഷെയർ ചെയ്തപ്പോ റെക്കോർഡ് പ്ലസ് പിക്ചേഴ്സ് അല്ലേ ഷെയർ ചെയ്തത്? റെക്കോർഡ് വേറൊരു ഡീറ്റെയിൽ ആയിട്ടും പിക്ചേഴ്സ് വിത്ത് നെയിംസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കേടാ. അപ്പൊ ഒന്ന് ആ പേരുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ പിങ്ക് ടവർ എന്നാണെങ്കിൽ പിങ്ക് ടവർ എന്താണെന്ന് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അപ്പൊ അത് മനസ്സിലായി ഇമേജ് വരും. നോബൽ സിലിണ്ടേഴ്സ് ആണെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഏത് പിക്ചറാണ് അവിടെ ഒട്ടിക്കുന്നത് മനസ്സിലാവും. നോബൽ സിലിണ്ടർ ഏതാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എനിക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് കേട്ടോ. മോനെടുക്കേണ്ട പേജ് നമ്പർ എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ മിസ്? എന്താണ്? അതായത് ഞങ്ങൾ തന്നെ ഗൂഗിളിൽ ഇപ്പൊ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞങ്ങള് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പിക്ചേഴ്സ് എടുത്തിട്ട് ഒട്ടിക്കണമെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പിക്ചേഴ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. അടുത്തത് എന്താ പറഞ്ഞ ഡയമെൻഷൻസ് ആരെടുക്കാൻ തയ്യാറായിട്ടുള്ളത്? ആരുമില്ല? മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്. സലീന. മോഡുലാർ അപ്രോച്ച് ഓഫ് ടീച്ചിങ് പേജ് നമ്പർ 18 കേട്ടോ. പേജ് നമ്പർ 18 ഇയും എഫ് എന്ന് പറയുന്ന പോയിന്റ്സ്. ഓക്കെ ഓക്കെ ശരി. ഇയും എഫ് ഈ 2 പോയിന്റ്സുകൾ. ദെൻ ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആരൊക്കെയാണ്? നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടെ അല്ലേ കാണുള്ളൂ. ഇന്റർവെനിങ് കമ്പോണൻസ് ഓഫ് വേരിയബിൾസ് അതാരാണ്? ഇന്റർവെനിങ് കമ്പോണൻസ് ഓർ വേരിയബിൾസ്. ഫാത്തിമ ഹാരിസ് എടുത്തിട്ടുണ്ടോ സെമിനാർ? ആ മിസ്, ഞാൻ അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ എടുത്തതാ. ഓക്കെ. ശ്യാമല. അത് വേറെ ആരെങ്കിലും നീ പറയോ? മിസ് ഞാൻ നെക്സ്റ്റ് വീക്ക്
ഇപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്ക് എടുത്തോളാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് സമയക്കുറവുണ്ട്. നാളെ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടോ? മാം സെമിനാർ മൺഡേ എടുത്തോട്ടെ. മൺഡേ അല്ലേ? ഓക്കെ. സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൽ ടീച്ചർ ഫോക്കസ്. ടീച്ചർ എന്റെ പേജ് നമ്പർ ഒന്ന് പറയോ? ആരതി. ആരതി മോനെ ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. പേജ് നമ്പർ കൂടെ ഒന്ന് പറയോ? പേജ് നമ്പർ 18 to 90 20. 89 20. ഓ ശരി ശരി. അങ്ങനെ ഇത്രയും ടോപ്പിക്കേ തരുന്നുള്ളൂ കേട്ടോ. ആ ബാക്കിയുള്ളവര് സെമിനാർ എടുക്കാത്തവര് ഇനി PGയുടെ വൈവയ്ക്ക് കയറുമ്പോ നിങ്ങൾ 2 minutes 5 minutes വേണ്ടിയിട്ട് ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യാം. അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായിരിക്കും നല്ലത് കേട്ടോ. സെമിനാർ എടുക്കാത്തവര് PG ആവുമ്പോ നിങ്ങൾ അവിടെ വൈവയുടെ സമയത്ത് എന്ത് ചെയ്യാ, സെമിനാർ എടുക്കാം കേട്ടോ. ഞാൻ എടുത്തായിരുന്നു മിസ് അശ്വതി മാമിന്റെ ക്ലാസ്സിൽ. ഓക്കേടാ. സെമിനാർ എടുത്തവര് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് എടുക്കാത്തവരുണ്ടെങ്കിൽ വൈവയുടെ ക്ലാസ്സിൽ കയറുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളെ ഇഷ്ടമുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാം, അത് പ്രിപ്പയർ ചെയ്യാം, പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാം ഇപ്പൊ പറഞ്ഞ സെമിനാർ ടോപ്പിക് ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓർഗനൈസിംഗ് ടീച്ചിങ് ഓർഗനൈസിംഗ് സെക്കൻഡ് യൂണിറ്റ് കേട്ടോ, ക്ലാസ് റൂം മാനേജ്മെന്റ്. ഓക്കേടാ. അപ്പോ താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.